എല്ലാരും വാ, വേഗം നടക്കാം, സമയം കുറെ ഇരുട്ടി. ആഷിയുടെ പുറത്ത് കാണുന്നില്ല പറഞ്ഞേ, എന്നിട്ട് ഇവിടെ കാണുന്നില്ലല്ലോ. ചിലപ്പോൾ അവൻ കാടിന്റെ പുറത്തായിരിക്കും ഉണ്ടാവുക. ആഷി ഓടല്ലടാ, നിക്ക്. ആഷി, അയ്യോ എന്റെ അമ്മേ. ഇതെന്താ നിങ്ങളിവിടെ? അല്ലടാ, നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ആഷി, ഉമ്മ, പ്രേതോ. അയ്യോ ചിന്നു, ഇതെന്താ? ഞാൻ പ്രേതമൊന്നല്ല. അല്ല, അപ്പൊ നീ മരിച്ചിട്ടില്ല? ഇല്ല ആഷി, ചിന്നുനൊന്നും പറ്റിയിട്ടില്ല. ഓ, അപ്പൊ ഇവള് പ്രേതല്ലേ? ഞാനൊക്കെ പേടിച്ചുപോയി. അല്ല, ഇത്തേന്ത് ഇവരുടെ കൂടെ? നിന്നെ തപ്പി ഇറങ്ങിയതാ? അല്ല, അതിന് ഞാൻ ഈ കാട്ടിലുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? നീ ഈ കാടിന്റെ ഭാഗത്തേക്ക് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അല്ല, ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ ഋഷി. അല്ല സിയ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ ഞങ്ങളോടൊന്നും പറയാഞ്ഞേ? സിയയോ? അതാരാ? എന്നെ വീട്ടിലെല്ലാരും സിയാന്ന വിളിക്കല്. നല്ല പേരാ, പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ആദീന്നാ. അല്ല, നിങ്ങൾ രണ്ടാളും എണീക്കുന്നൊന്നുമില്ലേ? ഉണ്ണി, നിനക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ? ഇല്ലടാ. ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ? നമുക്ക് വീട്ടിൽ പോണ്ടേ? ആന്റി. ആ നീട്ടിവിളിയിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. എന്താ ആഷി, എന്താ കാര്യം? ആന്റി, നേരം കുറെ ഇരുട്ടിയില്ലേ? ഈ ടൈമിൽ വീട്ടിൽ ചെന്ന് കയറിയാൽ എന്തായാലും അടി ഉറപ്പാ. അതിപ്പോ പറയാനുണ്ടോ? രണ്ട് വീട്ടിൽ നിന്ന് നല്ലോണം കൊള്ളൂ. അതെ, പക്ഷെ ആന്റി ഇടപെട്ടാ ഞങ്ങൾക്ക് അടിയൊന്നും കിട്ടില്ല. നീ പോടാ, നിന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് എനിക്കിട്ട് കിട്ടുമെന്ന് പേടിച്ചിരിക്കുവാ ഞാൻ. എന്റെ പൊന്നാന്റി അല്ലേ, ആന്റി പറഞ്ഞാൽ ഉമ്മ ഞങ്ങൾ അടിക്കൂല. അല്ല, അതിന് ഞാനെന്താ പറയാ? നിങ്ങൾ ഇങ്ങനെ ലേറ്റ് ആയതിന്റെ കാരണം ആരോടെങ്കിലും പറയാൻ കഴിയോ? അതിന് ആന്റി ആരോട് സത്യമൊന്നും പറയണ്ട. ഏയ്, ഞാൻ നിന്റെ ഉമ്മേനോട് കള്ളൊന്നും പറയാൻ നിൽക്കില്ല. ആന്റി ഇപ്പൊ ഒരു ചെറിയ വെള്ളം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അടി കിട്ടില്ല. അല്ലടാ, അതിന് ഞാൻ എന്ത് കള്ളാ പറയാ? അത് സിമ്പിൾ അല്ലേ? ആന്റി ഈ സമയം മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ആ, ഇപ്പൊ വിശ്വസിക്കെല്ലാരും. ദാ ഈ രണ്ടിനെയും കാണാനില്ലാന്ന് ഇവരുടെ ഉമ്മ പറഞ്ഞിട്ട് അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഞാനൊരു ഐഡിയ പറയാം. അതിന് ഇവനേതാ? ഞാൻ ആദിയുടെ ക്ലാസ്മേറ്റാ. ഞങ്ങൾക്ക് ഈ കൊല്ലം കാട്ടുചെടികളെ പറ്റി പഠിക്കാനുണ്ട്. അതിനെ? ദാ നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് നോക്കിയേ, എന്തോരം ചെടികളാ. അത് ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യത്തിന് നമ്മൾ കാട്ടിൽ വന്നതാണെന്ന് പറയാം. അല്ല ഋഷി, നമ്മൾ വന്ന് നോക്കി, അപ്പൊ ഇവരുടെ കാര്യോ? ചെടികൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഇവരെയും കൂടെ കൂട്ടിയതാന്ന് പറഞ്ഞാ പോരെ? അത് മതി ആന്റി. നീ സോപ്പിടൊന്നും വേണ്ട ചക്ക, ഞാൻ പറഞ്ഞോളാം. അല്ല സിയുടെ ക്ലാസ്മേറ്റേ, അപ്പൊ നിന്റെ വീട്ടിലെങ്ങനെയാ? അവിടെ ഞാൻ വന്ന് പറയണോ? എന്റെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. എന്നാ വാ, എല്ലാരും നടക്ക്, ഇനിയും ലേറ്റ് ആക്കണ്ട. അയ്യോ, ആ കാര്യം മറന്നുപോയല്ലോ. അതിനെന്താ, നമ്മൾ എല്ലാരും കൂടി പറിച്ചാൽ പെട്ടെന്ന് കഴിയില്ലേ? എന്നാൽ ഈ പൂ ഞാൻ പറിക്കാം. എല്ലാ പൂവിനും ഒന്നോ രണ്ടോ പറിച്ചാൽ മതി. ചേച്ചി, എനിക്ക് 2 പൂ വേണം. എനിക്കും വേണം. ചേച്ചി ഒന്നൊന്ന് അകത്തിരിക്കേ. അമ്മയും വാ, നിങ്ങൾ അകത്തിരിക്കേ. ഇത് എത്ര നേരായി? ഈ കുട്ടികൾ ഇതെവിടെ പോയി? ഏട്ടൻ ഇപ്പൊ വരും. ഏട്ടനോട് ഞാൻ ഇനി എന്താ പറയാ? നമുക്ക് പോലീസിലൊന്ന് വിളിച്ചു പറഞ്ഞാലോ? അമ്മേ, ഉണ്ണിയുടെ ഫ്രണ്ട് ആഷിക്കിന് ഇപ്പൊ പോലീസല്ലേ? ആഷിക്കിനെയും കാണുന്നില്ലല്ലോ. എന്റെ കുട്ടികൾ ഇതെവിടെ പോയാവോ? അവരെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ? ഇതെന്താ എല്ലാരും പുറത്തു വെക്കുന്നേ? അയ്യോ, രമേശൻ വന്നോ? ദേവു, നീ എന്താ ആകെ സങ്കടം പിടിച്ച പോലെ നിൽക്കുന്നേ? എന്തു പറ്റി? എന്താ മുഖമല്ലാതെ ഇരിക്കുന്നേ? ചേട്ടാ, നമ്മുടെ മക്കളെ കാണുന്നില്ല. നീ എന്താ പറഞ്ഞ? മക്കളെ കാണുന്നില്ലെന്നോ? അതെങ്ങനെയാ മക്കളെ കാണാണ്ടാവുന്നേ? അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത് തന്നെ കാര്യം. ചേട്ടാ, ചേച്ചിയോട് അങ്ങനെയൊന്നും പറയല്ലേ. അതേ മോനെ, ഇവർ എന്നെ കാണിക്കാൻ വേണ്ടി എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നതാ. ആ സമയത്ത് മക്കളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോ ആരെയും കാണുന്നില്ല. ഇവരെ മാത്രമല്ല, ആഷിക്കിനെയും അവന്റെ ചേച്ചിയെയും കാണുന്നില്ല. എന്നാൽ നമ്മുടെ മക്കൾ എവിടെയായിരിക്കും? നിങ്ങളെല്ലാം ഒന്ന് വേഗം നടക്കുന്നുണ്ടോ? റസിയാണല്ലോ വരുന്നേ. അവളുടെ ബാക്കിൽ തന്നെ നമ്മുടെ മക്കളും ഉണ്ടല്ലോ. എല്ലാം ഇങ്ങോട്ട് വരട്ടെ. എത്രമാത്രം നമ്മൾ ടെൻഷൻ അടിച്ചു. നീ ഒരു വഴക്കു പറയാനൊന്നും നിൽക്കണ്ട. സിയുടെ പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാട്ടുപൂ പറിക്കാൻ ഞങ്ങൾ എല്ലാരും കൂടി കാട്ടിപ്പോയതാ. ചോദിച്ചാലില്ലെങ്കിൽ ഇത് തന്നെയല്ലേ ഞാൻ പറയണ്ടേ? ഇവരിത് കൊളാക്കുന്ന തോന്നേ. നിന്റെ ഇത് വെറുതെ അല്ലല്ലോ ഇങ്ങോട്ട് കേറാത്തെ. വൈകിട്ടാണ് എല്ലാം കൂടി കാട്ടിലോട്ട് പോകുന്നേ. എടാ, എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കേ. ആന്റി, ഞങ്ങൾ വൈകിട്ട് അടുപ്പിച്ചിട്ടാ കാട്ടിലോട്ട് പോയേ. ആഷിയുടെ ആന്റി ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ കാട്ടിലോട്ട് പോയേ. അല്ലേ ആന്റി? ഇതെല്ലാം കൂടി എന്റെ തലയിൽ ഇടാനുള്ള പരിപാടിയാണല്ലോ. അതെ അതെ. പോകുമ്പോ നിങ്ങൾക്ക് പറഞ്ഞിട്ട് വെക്കൂടായിരുന്നോ? എന്റെ ആന്റി കൂടെ ഉള്ളതുകൊണ്ടാ പറയാഞ്ഞേ. അല്ല മക്കളെ, നിങ്ങൾക്ക് വിശപ്പും ദാഹമൊന്നുമില്ലേ? നല്ലോണുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. റസിയ, നീയും വാ, ചായ അടിച്ചിട്ട് പോവാം. ഏയ് വേണ്ട, പിന്നീട് ദിവസം ആവട്ടെ. ഇത്ത കാത്തു വെക്കുന്നുണ്ടാവും വീട്ടില്. ആഷി വാ, നമുക്ക് ഇറങ്ങാം. എന്റെ ഉമ്മേനോടും കൂടി പറയണ്ടല്ലേ? പറയണമെന്നോ? എന്ത് പറയണെന്ന്? കാട്ടിൽ പോയി പൂ പറിച്ചില്ലേ, ആ കാര്യം. ഇവരിത് കൊളാക്കുന്നുള്ള കാര്യം ഉറപ്പാ. ആന്റി, ആ കാര്യം ഞാൻ ഉമ്മേനോട് പറഞ്ഞോളാം. ആന്റി പറയണ്ട.